ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരമല്ല, ഒരു ഉച്ച കഴിഞ്ഞു ഓൾറെഡി. ഉച്ച കഴിയുമ്പോൾ നമ്മളെവിടെ പോകുന്നു? കോമാച്ചി പാർക്ക്. പിന്നീട് അങ്ങനെ എന്തോ ഒരു പാർക്ക്. ആ പാർക്കിൻ്റെ പേര് എനിക്കറിയില്ല, അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല കിഡിലൻ സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പു വന്നിട്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി ഞങ്ങളെല്ലാവരും കൂടെ കോമാച്ചി പാർക്ക് ആ പാർക്കിൽ പോവുക, ആൻറ്റി വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിവിടെ വെറുതെ ഇരിക്കുക, കൂടെ പോയേക്കാം. ഇച്ചാൻ വന്നു കഴിഞ്ഞപ്പം ഇച്ചാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ പോവുക കോമാച്ചി പാർക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺസ് അഗെയിൻ വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. ഇനി പോകുന്ന വിശേഷവും പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോയിൽ നോക്കി കണ്ണെഴുതാൻ അറിയത്തില്ല, കണ്ണാടി നോക്കിയിട്ട് എഴുതുക. ചുന്ദരിയായോ? എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനാട്ടോ. അപ്പോൾ നിങ്ങളെ കൂട്ടിയില്ലാന്നുള്ള പരാതിയാണ്. നീ എന്തിനാ പാർക്കിൽ വന്നേക്കുന്ന? ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നതാ. ഞാൻ കളിക്കാൻ വന്നതാ. പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ കോമാച്ചി പാർക്ക് എന്ന് നല്ല ഗ്രീൻ കളറിൻ്റെ പൊക്കത്ത് എഴുതി വെച്ചിട്ടുണ്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് തന്നെ കാണാനൊരു നല്ല വ്യൂ ഉണ്ട്. നമ്മൾ ആദ്യം ചെന്ന് കയറിയത് ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോയിലേക്ക്, മീൻസ് ഒരു മ്യൂസിയം പോലൊരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. പല കാലഘട്ടങ്ങളിലുള്ള ക്യാമറാസിൻ്റെ മോഡൽസ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മോഡൽസ് എല്ലാം മേ ബി അത് ഒറിജിനൽ തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഫ്രണ്ടിൽ കണ്ടത് ഏറ്റവും പഴക്കമുള്ള ഇതായിരുന്നു കേട്ടോ ഇത്. പിന്നെ പാർക്കിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് കാണാനുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് നിൽക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു പിക്ചേഴ്സൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്തിലേക്കാണ് കയറിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പിക്ചേഴ്സൊക്കെ നമുക്ക് എന്താ പറയുക, ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ചിലത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ സീനറിയൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറേ പിക്ചേഴ്സ്. ഇത് കണ്ടോ, നീലക്കുറിഞ്ഞി. ഇച്ചായ, അപ്പു ചാച്ചനൊക്കെ എവിടെയാ പോയേ? ഇതാ മൊട്ടത്തില കാണുന്നില്ല. വിളിച്ചില്ല. എന്താ എന്നാ തൊഴയങ്ങോട്ട് എന്ത് നോക്കി നിൽക്കുക? ഇത് ചായൻ്റെ ചേട്ടനും ചേച്ചിയും കൊച്ചു കേട്ടോ. അവരവിടെ ഉണ്ടായിരുന്നൊരു തോണിയിൽ കയറി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മൂന്നും കൂടെ ഉള്ള ഒരു ഫ്രെയിം. ഇതിവിടെ ഞാൻ തീരും.
ഇത് നോക്ക് ഇവിടെ ഇത് നോക്കിയാ ഇവിടെ നോക്കുമ്പോ അങ്ങ് ദൂരെ വരെ ഉള്ളത് പോലെ തോന്നുന്നില്ലേ? ഇവിടുന്ന് ഇതിലോട്ട് നോക്ക്. കൊള്ളാം. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വരയ്ക്കാനും കുത്താനും എഴുതാനും. കയറി ഒന്ന് വീഡിയോ എടുക്കാം. ഫോട്ടോ എടുക്കൽ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കൂല. നല്ല രസമുണ്ടല്ലേ? ഈ സ്ഥലവും ഈ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറലാക്കി യൂട്യൂബില്. അങ്ങനെയാണോ? മുമ്പോട്ട് നേരിട്ടല്ലേ? അയ്യോ, വീട്ടിലെ ഏറ്റവും ചെറിയ പിള്ള കളിക്കണ കളിയുണ്ടോ? പിന്നെ അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറേ നേരം ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുകയും ഭയങ്കര ഫണ്ണായിട്ട് മുമ്പോട്ട് പോയിരുന്നു. കുറച്ച് നേരത്തേക്ക് ചേട്ടായി ഭയങ്കരമായിട്ട് കുറേ ഉപകരണങ്ങളിലൊക്കെ കയറി അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയാതെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പു ആണെങ്കിൽ കാണുന്നതൊക്കെ എടുത്തു പൊക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ സ്ഥലം. അതെ, കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂളിൽ പോകാനല്ല വെച്ചവിടെ മതി. എന്നിട്ട് കൊച്ചിനെ കുറ്റം പറയും. ആരോ കയറി ഇരുന്നിട്ട് പോയതാ. എല്ലാരും അവിടെയുള്ളവർക്ക് എന്താ ചെയ്യാ? വാല പിടിക്കണം, വേനെടുക്കും. ഒച്ചോളോ. ഇത് കണ്ടോ? അവിടെ എന്തോ നടക്കണെന്ന് കണ്ടോ? പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ടൊക്കെ. അതിൽ ഞങ്ങൾ ജയൻറ്റ് വീലിൽ കയറിയതാട്ടോ. ഇവിടുത്തെ ജയൻറ്റ് വീലിൽ പക്ഷേ നമ്മൾ വള്ളിയൂർക്കാവിലൊക്കെ കാണുമ്പോൾ ഉള്ള അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ ഉള്ള അത്രയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. വള്ളിയൂർക്കാവിലത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതൊന്നും ചെയ്യാൻ തോന്നുന്നല്ലേ? അങ്ങനെയെല്ലാം ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ ഫോണിൽ താഴോട്ട്. അങ്ങനെ കോമാച്ചി പാർക്കിലുള്ള ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങി, നമ്മളെല്ലാം ഇറങ്ങി. ഇനി വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.